അവർ ഭരിച്ച സമയത്ത് 26,000-27,000 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്രയായി സ്വർണം? അത് വെച്ച് നോക്കുമ്പം UDF തന്നെ വരണം. സാധനങ്ങളെ വിലക്കയറ്റവും എല്ലാം നോക്കുമ്പം UDF തന്നെ വരണം. എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇനി എവരെന്തായാലും കയറിയില്ല. ഇപ്പോഴത്തെ ഭരണം കയറിയെന്നു തീർത്ത് പറയാൻ കയറൂല. പിന്നെ പെണ്ണുങ്ങൾ പോണത് കൊടിയും പിടിച്ച് പോകുന്നത് 500 രൂപ കിട്ടും അവർക്ക്. ഇല്ല, അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം വരണമെങ്കിൽ UDF തന്നെ വരണം. നമ്മൾ ഈ ഇലക്ഷൻ്റെ കൗണ്ടിങ്ങിന് എന്ത് പറയും, ആദ്യത്തെ ട്രെൻഡ് UDF അനുകൂലമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ട്രെൻഡ് LDF അനുകൂലമാണ് എന്നൊക്കെ പറയുന്നത് പോലെ ആദ്യത്തെ പ്രതികരണം UDF അനുകൂലമാണ്. ആ അമ്മ പറഞ്ഞതിൽ സ്വർണത്തിൻ്റെ വിലയും കേരളത്തിലെ സർക്കാരുകളുടെ ഒരു ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ രണ്ടാമത് പറഞ്ഞത് വളരെ കൃത്യമായൊരു പോയിൻ്റാണ്. സാധനങ്ങളുടെ വിലക്കയറ്റം അല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലയൊക്കെ ഒന്ന് കുറഞ്ഞ് നിൽക്കട്ടെ എന്ന് പറയുന്നു. അതുകൊണ്ട് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു, രണ്ടാമത് ഇനിയും ഈ മൂന്നാമത് പിണറായി സർക്കാർ വരില്ല എന്നവർ അതെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.